ഹലോ അസ്സാമു അലൈക്കും, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇതെൻ്റെ ആദ്യത്തെ വ്ളോഗാണ്. ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാ രാവിലത്തെ റുട്ടീനും നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം കുറച്ച് ദിവസമായിട്ട് മഴയൊന്നുമില്ല, നല്ല സൂര്യപ്രകാശമുണ്ട്. രാവിലെ ഒരു 7:30 മണിയെല്ലായ സമയമാണ് കേട്ടോ ഇത്. ഞാൻ ബെഡെല്ലാം വിരിച്ചിട്ടിടലാണ്. ഈ സമയമാകുമ്പോഴത്തേക്ക് മക്കൾ 3 എണീച്ചിട്ടുണ്ടേനു. അവർ ബ്രഷും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഹസ്ബൻഡാണ് കേട്ടോ ചെയ്ത് കൊടുക്കൽ. ഹസ്ബൻഡ് ആ സമയത്ത് വീട്ടിലുണ്ടെങ്കിൽ ഹസ്ബൻഡ് തന്നെയാണ് എപ്പോഴും ചെയ്യൽ. പിന്നെ ഞാൻ നേരെ പോയത് എൻ്റെ സിസ്റ്റർ റൂമിലാണ്. അപ്പോൾ അവൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലുള്ളത്. അപ്പോൾ അവളെ റൂമിലെ കർട്ടനും എല്ലാം ഒന്ന് തുറന്നിട്ടിട്ട് കൊടുക്കലാണ്. എനിക്ക് 2 സിസ്റ്ററാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ രണ്ടാളും മാരീഡാണ്. നമ്മൾ കണ്ണൂർ ഭാഗത്തെല്ലാം കല്യാണം കഴിഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയി നിൽക്കുന്ന ഒരു സിസ്റ്റർ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ 3 നമ്മളെ വീട്ടിൽ തന്നെയാണ്. പിന്നെ നേരെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. കിച്ചണിൽ വന്ന സമയത്ത് ഉമ്മ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നുണ്ടേനു. നമ്മളെ കണ്ണൂർ സ്പെഷ്യൽ മുട്ട സിർക്കയില്ലേ, അതാണ് ഉണ്ടാക്കുന്നത്. ഇന്നൊരു വീക്കെൻഡാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ സ്കൂളില്ല. പക്ഷെങ്കിൽ മക്കൾക്ക് 2 ആൾക്ക് മദ്രസ ഉണ്ട്. അപ്പോൾ അവരെ മദ്രസയ്ക്ക് വേണ്ടിയിട്ട് റെഡിയാക്കി അയക്കണം. ഈ ഒരു മുട്ട സിർക്കയില്ലേ, ഇതിന് കൂടെ കഴിക്കാൻ കറിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. കറി ഇല്ലാണ്ട് വെറുതെ തിന്നാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പായിട്ട് എൻ്റെ ഹസ്ബൻഡിനും മക്കൾക്കും ഡെയിലി കൊടുക്കുന്ന ഒരൈറ്റമാണ് നേന്ത്രപ്പഴവും മുട്ടയും. പഴം ഒന്നിക്കിൽ പുഴുങ്ങിയിട്ടോ അല്ലെങ്കിൽ വാട്ടിയിട്ടോ കൊടുക്കും. മുട്ടയും ഒന്നിക്കിൽ പുഴുങ്ങിയിട്ടോ അല്ലെങ്കിൽ പൊരിച്ചെടുത്തിട്ടോ കൊടുക്കും. ഇന്ന് ഞാൻ പഴം വാട്ടിയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതാ കായ്വാട്ടിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് മുട്ട പൊരിച്ചെടുക്കലാണ്. എൻ്റെ ഹസ്ബൻഡിനില്ലേ രാവിലെ മുട്ട കൊടുക്കുന്നുണ്ടെങ്കിൽ ഒന്നിക്കിൽ പുഴുങ്ങിയിട്ട് അല്ലെങ്കിൽ ഇതുപോലെ പൊരിച്ചിട്ട് കൊടുക്കും. പൊരിക്കുമ്പോൾ ഉപ്പും കുരുമുളകൊന്നും ചേർക്കാണ്ട് പ്ലെയിനായിട്ട് കഴിക്കുന്നതാണ് ഇഷ്ടം. ഇനി അടുത്തത് ചായ ഉണ്ടാക്കലാണ്. ചായക്ക് പാല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാല് തിളച്ച് വന്ന സമയത്ത് അതിൽ നിന്ന് കുറച്ച് മാറ്റി വെക്കലാണ്. മക്കൾക്ക് ബൂസ്റ്റോ അല്ലെങ്കിൽ ഹോർലിക്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് ഞാൻ ബൂസ്റ്റായിട്ട് ഉണ്ടാക്കി കൊടുത്തേ. മക്കൾക്ക് പൊതുവേ രാവിലെ ചായ കൊടുക്കാറില്ല, ഹസ്ബൻഡും കുടിക്കലില്ല. പക്ഷേങ്കിൽ എനിക്കിതുവരെ ഈ ചായ കൂടി നിർത്താൻ പറ്റിയിട്ടില്ല. എനിക്ക് രാവിലെ എണീറ്റ ചായ നിർബന്ധം, അത് കുറച്ചാണെങ്കിലും മതി. അപ്പോൾ ഇതാ എനിക്കും ഉമ്മക്കും വേണ്ടിയിട്ട് ബാക്കി വന്ന പാലിലേക്ക് ചായപ്പൊടി ഇട്ടിട്ട് ചായ ഉണ്ടാക്കലാണ്. രാവിലത്തെ ചായ കൂടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് ഞാൻ ബ്രെഡ് വാട്ടിയില്ലേ, നമ്മളെ ബ്രെഡ് ടോസ്റ്റ്, അത് ഉണ്ടാക്കലാണ്. ഇതെന്തിനാണെന്ന് വെച്ചാൽ എൻ്റെ രണ്ടാമത്തെ മോൾക്ക് മദ്രസ ഉണ്ട്. അപ്പോൾ മദ്രസയിൽ അവർക്ക് ബ്രഞ്ച് കൊടുക്കണം. അപ്പോൾ ബ്രഞ്ചായിട്ട് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് ഇത് ഉണ്ടാക്കുന്നത്. അതെല്ലാം കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. ഇതിപ്പോൾ ഞാൻ എൻ്റെ മോളെ തലയിൽ വെളിച്ചെണ്ണ തേച്ച് കൊടുക്കലാണ്. അവളെ കുളിക്കാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അതാ ഓൾക്ക് വേണ്ട ഡ്രസ്സ് എടുത്തിട്ട് വെച്ച് കൊടുക്കലാണ്. മദ്രസിൻ്റെ ടൈം 10 മണിയാണ്. ഇപ്പോൾ ടൈം ഒരു 9:40 ആയിട്ടുണ്ട്. അപ്പോൾ മുടി ഉണങ്ങാൻ തീരെ ടൈമില്ലാത്തതുകൊണ്ട് ഡ്രയർ വെച്ചിട്ടൊന്ന് ഉണക്കി കൊടുത്തിട്ടുണ്ട്. മക്കളെല്ലാം മദ്രസയിലേക്ക് പോയിട്ടുണ്ട്. അതിന് ശേഷമാണ് എൻ്റെ ഇളയ സിസ്റ്റർ ഒരു പാർസൽ ഞാൻ തുറന്നു നോക്കുന്നത്. അത് രാവിലെ ഏൽപ്പിച്ചിട്ട് പോയതേനു, അവളെ കസ്റ്റമർ വരുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതെൻ്റെ സിസ്റ്റർക്ക് കിട്ടിയ ഒരു ബർത്ത്ഡേ ഓർഡറാണ് കേട്ടോ. അതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് അലക്കാനുണ്ടേനു. അതെല്ലാം മെഷീനിലിട്ടിട്ടുണ്ട്. തലേ ദിവസം അലക്കി വെച്ച കുറച്ച് ഡ്രസ്സ് ഉണ്ടായിരുന്നു മെഷീനിൽ. അപ്പോൾ അതെല്ലാം ഒന്ന് ഉണങ്ങാനിടലാണ്.
തലേ ദിവസം ആറിയിട്ട കുറച്ച് ഡ്രസ്സെല്ലാം ഉണങ്ങിയിട്ടുണ്ടേനു. അങ്ങനെ മക്കളുടെ ഡ്രസ്സെല്ലാം അതിൻ്റെ നിന്ന് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതെല്ലാം ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് അലമാരയിലേക്ക് എടുത്തു വെക്കലാന്ന്. എനിക്ക് 2 സിസ്റ്റേഴ്സ് ആയതുകൊണ്ട് തന്നെ നമ്മളെ വീട്ടുപണിയെല്ലാം നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് എടുക്കൽ. അടിച്ചു വാരൽ തുടക്കൽ എൻ്റെ പരിധിയിലുള്ളതല്ല. അതെൻ്റെ രണ്ടാമത്തെ സിസ്റ്ററാണ് ചെയ്യൽ. അപ്പോൾ അവൾ അതൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ അതൊന്നും വീഡിയോയിൽ കാണിക്കാതിരുന്നത്. ഫോൾഡ് ചെയ്ത് വെച്ച ഡ്രസ്സെല്ലാം അലമാരയിലേക്കൊന്ന് എടുത്ത് വെക്കുന്നുണ്ട്. മക്കളെല്ലാം മദ്രസ വിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇത് ഉച്ചൻ്റെ സമയമായി കേട്ടോ. ഉച്ചയ്ക്ക് ലഞ്ചിന് തലേദിവസം രാത്രിയത്തെ നെയ്ച്ചോറ് കുറച്ച് അധികം ബാക്കിയുണ്ടേനു. അതൊരു ഫ്രൈഡ് റൈസ് രൂപത്തിൽ കുറച്ച് വെജിറ്റബിൾസ് എല്ലാം ഇട്ടിട്ടാക്കിയതാണ്. അത് കുറച്ച് കെച്ചപ്പും കൂട്ടിയിട്ട് കഴിച്ചിട്ടുണ്ട്. മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ ഒരു ഐറ്റം. ലഞ്ചെല്ലാം കഴിച്ചിട്ട് മക്കൾ മുറ്റത്തിറങ്ങിയിട്ടുണ്ട് സൈക്കിൾ ഓടിക്കാനും കളിക്കാനല്ലോ. അപ്പോൾ ഈ ഒരു ഐറ്റം ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ പ്ലംസ് ഇല്ലേ, അതാണ്. നല്ല ചുവപ്പുണ്ട്, നല്ല മധുരമുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ബ്ലാക്ക് കളറിലുള്ള പ്ലംസ് കാണുന്നത്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. വൈകുന്നേരം ഹസ്ബൻഡ് വരുമ്പോൾ നമ്മളെ തട്ടുകടയിൽ നിന്ന് നല്ല അടിപൊളി പഴംപൊരി വാങ്ങിയിട്ടുണ്ടേനു. ഇതിപ്പം വൈകുന്നേരം ഒരു 5:30 മണിയിലായിട്ടുണ്ട്. ഞാൻ കോഫി ഉണ്ടാക്കിയിട്ടുണ്ടേനു. അപ്പോൾ അതെല്ലാം മക്കൾക്ക് ഒഴിച്ചിട്ട് കൊടുക്കലാന്ന്. നമ്മളെല്ലാം ചെറുതിൽ നമ്മളെ ഉമ്മ നമുക്ക് ചായ തന്നെ ശീലിപ്പിച്ച് വളർത്തിയത് കൊണ്ടാണോ എന്നറിയില്ല, ഇപ്പോഴും ആ ചായ കൂടി ഒഴിവാക്കാൻ പറ്റിയിട്ടില്ല. ഹെൽത്തിന് അത്ര നല്ലതല്ല എന്നറിയാം. ഞാൻ അത്യാവശ്യം ഹെൽത്തെല്ലാം കെയർ ചെയ്യുന്ന ആളാട്ടോ. പക്ഷെങ്കിൽ ഇത് മാത്രം എനിക്ക് എന്തുകൊണ്ട് ഒഴിവാക്കാൻ പറ്റാത്തതൊന്നും മനസ്സിലായിട്ടില്ല. ചായക്ക് പകരം ഗ്രീൻ ടീ 2 ദിവസം രാവിലെ കുടിച്ച് നോക്കിയിട്ടുണ്ട്. പക്ഷെങ്കിൽ എനിക്കത് ഏശുന്നില്ല. അപ്പോൾ അങ്ങനെ വൈകുന്നേരത്തെ കോഫി കൂടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. മഗ്‌രിബ് നിസ്കാരം ഓത്തെല്ലാം കഴിഞ്ഞാൽ പിന്നെയുള്ള ഡ്യൂട്ടി എന്ന് പറയുന്നത് മക്കളെ പഠിപ്പിക്കലാണ്. എനിക്ക് 3 മക്കളാണ് കേട്ടോ. ഒരാൾ LKGയിൽ, ഒരാൾ UKGയിൽ, പിന്നെ ഒരാൾ 2nd സ്റ്റാൻഡേർഡിൽ. അപ്പോൾ ഇവരെ 3 പഠിപ്പിക്കൽ എനിക്ക് ഭയങ്കര ടാസ്ക്കാണ്. രാത്രിയത്തെ ഫുഡ് ഉമ്മയും സിസ്റ്ററും കൂടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടേനു. സിസ്റ്റർ സ്പെഷ്യൽ ചിക്കൻ കറിയിലുണ്ടേനു. ചില ദിവസങ്ങളിൽ ഞാൻ കുക്ക് ചെയ്യും, അല്ലെങ്കിൽ ഓള് കുക്ക് ചെയ്യും. അങ്ങനെയാണ് മിക്ക ദിവസവും ഉണ്ടാവൽ. പുട്ടും ചിക്കൻ കറിയേനും ഉണ്ടാക്കിയത്. മക്കളെ പഠിപ്പിച്ചതിന് ശേഷം ഞാൻ നേരെ പോയത് കിച്ചണിൽ ഓട്സ് ഉണ്ടാക്കാനേനു. അപ്പോൾ ഇതാ ഓട്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഹസ്ബൻഡ് മിക്ക ദിവസങ്ങളിലും രാത്രി ഓട്സാണ് കഴിക്കൽ. ഫുഡ് എപ്പോഴെങ്കിലാണ് രാത്രിയത്തെ ഫുഡ് കഴിക്കലുള്ളൂ. അതിലേക്ക് റോബസ്റ്റും ഈത്തപ്പഴവും കുറച്ച് ചിയാ സീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.